നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മക്കുറവുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ എങ്ങനെയാണ് അവരെ പെരുമാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഓർമ്മക്കുള്ള ഒരു കാര്യം തന്നെ അവർ മറന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം, തോന്നലുകൾ, ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വെച്ച സ്ഥലം കാണാനില്ലെങ്കിൽ അല്ലെങ്കിൽ വെച്ച സ്ഥലം അറിയില്ലെങ്കിൽ മറന്നു പോകുമ്പോൾ മറ്റുള്ളവർ എടുത്തതാണെന്നുള്ള രീതിയിലൊരു സംശയങ്ങളോ തോന്നലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ മറ്റുള്ളവർ എടുത്തു, ഞാനത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതവിടെ കാണാനില്ലെങ്കിൽ അവരെടുത്തിട്ടുണ്ടാകും, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിട്ട് പറയും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത് ഇവരുടെ മനസ്സ് തന്നെ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് ഇവരുടെ മനസ്സൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അവരോട് സമാധാനത്തോടു കൂടി പറയാം, നമ്മൾക്ക് ഒരുമിച്ച് തിരയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരൊന്ന് കൂളാക്കുക. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സൊന്ന് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ആ ഒരു ചോദ്യം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ അവർ ഭക്ഷണം കഴിച്ചതൊക്കെ മറന്നു പോകും. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചതൊക്കെ നമുക്കറിയാമല്ലോ, മിനിമം ഒരു അരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു 3 to 4 hours വേണം അത് ദഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ കൊടുത്താൽ മതി ഭക്ഷണം.